പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമായി കാരുണ്യമായി നമ്മുടെ കൂടെ വസിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യനാഥ, ഈ മുതുമണി സമയത്ത് നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയോടൊപ്പമായിരിക്കുന്ന നിമിഷം ഞങ്ങളെ പൂർണ്ണമായി നിന്റെ പക്കൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കുവാനും ആശീർവദിക്കുവാനും ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന അങ്ങയുടെ മഹനീയ സാന്നിധ്യത്തെ നന്ദിയോടെ ഓർക്കുന്നു. സങ്കീർത്തകനോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, 23-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ പറയുന്നത് പോലെ, കർത്താവേ, അങ്ങാണ് ഞങ്ങളുടെ ഇടയൻ, ഞങ്ങൾക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവേ, നീയാണ് ഞങ്ങളുടെ ഇടയൻ, ഞങ്ങൾക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഏതൊക്കെ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയാലും ഞങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കാതെ ചേർത്ത് പിടിക്കുന്ന നല്ല തമ്പുരാനെ, സങ്കീർത്തകൻ പറയുന്നത് പോലെ അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. ഈ ഒരു വലിയ വാഗ്ദാനത്തിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് അങ്ങയുടെ പക്കലായിരിക്കുന്നു. അങ്ങയുടെ കരുണയുടെ ഒരു വലിയ സവിശേഷത ഞങ്ങൾ തിരിച്ചറിയുന്നു. 106-ാം സങ്കീർത്തനം പറയുന്നത് പോലെ, കർത്താവിനെ സ്തുതിക്കുവൻ, കർത്താവിന് നന്ദി പറയുവൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. ഒരു മാറ്റവുമില്ലാതെ നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന നല്ല തമ്പുരാൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ മണിക്കൂറിൽ ദൈവം വാഗ്ദാനം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളും ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ നിമിഷമായിരിക്കുമ്പോൾ വചനത്തിലൂടെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. ദൈവം നമ്മളെ ഓരോരുത്തരെയും പ്രത്യേകമായി തിരഞ്ഞെടുക്കുന്നത് കർത്താവിൻ്റെ സ്നേഹവും കരുണയും നമ്മുടെ ജീവിതത്തിലേക്ക് നൽകാൻ വേണ്ടിയാണ്. യോനാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ എപ്രകാരമാണ് ദൈവം യോനായെ വിളിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു വലിയ ദൗത്യം കർത്താവ് യോനായെ ഏൽപ്പിക്കുകയാണ്. പക്ഷേ ആ ദൗത്യത്തിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞ് തൻ്റെ സുഖസന്തോഷങ്ങളിൽ മാത്രം മതിമറിഞ്ഞ് ആ ഒരു വിളിയിൽ നിന്ന് അതിൻ്റെ വിപരീത ദിശയിൽ സഞ്ചരിക്കുന്ന യോനായെ കാണാൻ പറ്റും. അതായത് ദൈവത്തിൻ്റെ ആ ഒരു വലിയ ദൗത്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ എൻ്റെ സന്തോഷങ്ങളെല്ലാം നഷ്ടമാകും, അതുപോലെ തന്നെ ഒത്തിരിയേറെ വേദനകൾ സഹിക്കേണ്ടതായിട്ട് വരും, എനിക്ക് ഒത്തിരിയേറെ ത്യാഗങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യോനാ പ്രവാചകൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഒളിച്ചോടുന്നത് കാണാൻ പറ്റും. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും ദൈവം ഒരു വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും നമ്മുടെ ജീവിതങ്ങളിലും നമ്മുടെയൊക്കെ ദേശത്ത് നൽകാൻ വേണ്ടി ദൈവം നമ്മളെ ഓരോരുത്തരെയും ഒരു ചാനലുകളാക്കി മാറ്റുമ്പോൾ പ്രകാരമാണ് നമ്മൾ അതിനൊരു പ്രത്യുത്തരം നൽകുക. അവിടെ വീണ്ടും നമ്മൾ കാണുന്നത് ദൈവം ഈ ഒരു ദൗത്യം, അതായത് നിനിവേ നഗരത്തെ നശിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ അവരുടെ പാപത്തിൻ്റെ അവസ്ഥകൾ വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൽ നിന്ന് അവർ പിന്തിരിഞ്ഞപ്പോൾ അവരെ നശിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് അവരോട് കരുണ കാണിക്കാനായിട്ടാണ് ദൈവം തീരുമാനമെടുക്കുക. അവരെ രക്ഷിക്കുവാനും കരുണ കാണിക്കുവാനുമായിട്ട് ദൈവം തീരുമാനമെടുക്കുക. അതിനൊരു ചാലകമായിട്ടാണ് യോനാ പ്രവാചകനെ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുക്കുക. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെയാണ്.
ദൈവത്തിൻ്റെ ആ ഒരു വിളി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും ഒക്കെ മറ്റുള്ളവർക്ക്, നമ്മുടെ ചുറ്റുമുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് ദൈവം നമ്മളെ ഓരോ ചാലകങ്ങളായിട്ട് രൂപപ്പെടുത്തുകയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ പ്രാർത്ഥനയാണ്. കർത്താവേ, ഞങ്ങളെ സ്നേഹത്തിൻ്റെ ഉപകരണമാക്കി മാറ്റണമേ, ഞങ്ങളെ സ്നേഹത്തിൻ്റെ ഒരു ഉപകരണമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതായത് ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് അത് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ദൈവം നമ്മൾ ഓരോരുത്തരും തിരഞ്ഞെടുക്കുമ്പോൾ അതിനോട് പ്രത്യുത്തരിക്കുന്നവരായിട്ട് നമ്മൾ മാറുക. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന കാര്യമാണ്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വലിയ ദൗത്യത്തിന്, ദൈവം നൽകിയ ആ ദൗത്യത്തിന് സമ്മതം മൂളുന്ന പരിശുദ്ധ അമ്മയെ കാണാൻ പറ്റും. അത്ര എളുപ്പമുള്ള കാര്യമല്ല. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒത്തിരിയേറെ വേദനകളും സഹനങ്ങളും ത്യാഗങ്ങളും എല്ലാം സഹിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തുള്ള സഹനങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴും അടിപതറാതെ ഇതാ കർത്താവിൻ്റെ ദാസി, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ, അപ്രകാരം പറയാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു. അതായത് വിളിയോട്, ദൈവത്തിന് നൽകുന്ന ആ വലിയ ദൈവിക നിയോഗത്തോട് നമ്മൾ സമ്മതം മൂളുമ്പോൾ നമ്മുടെ സ്വാർത്ഥമായ കാര്യങ്ങളെക്കാൾ ഉപരി ദൈവത്തിൻ്റെ ആ ഒരു വിളിക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നവരായിട്ട് മാറും. യോനാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന കാര്യം, യോനാ പ്രവാചകനെ ദൈവം അത്ഭുതകരമായി ആ ദൗത്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതും ആ ദൗത്യം എപ്രകാരം ഭംഗിയായിട്ട് നിർവഹിക്കുന്ന യോനാ പ്രവാചകനെ കാണാൻ പറ്റും. ഈ ദേശം മുഴുവൻ നശിച്ചു പോകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് യോനാ പ്രവാചകൻ ആ പ്രദേശത്തുള്ള ആളുകളെ പഠിപ്പിക്കുക. കർത്താവിൻ്റെ അരുളപ്പാട് കൃത്യമായും അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവരെല്ലാവരും അനുതപിച്ച് ചാക്കൊടുത്ത് ചാരം പൂശി ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു ദേശം മുഴുവനും, രാജാവും പരിവാരങ്ങളും എല്ലാവരും, ആ ദേശത്തുണ്ടായിരുന്ന എല്ലാവരും ചാക്കൊടുത്ത് ചാരം പൂശി അവരുടെ അനുതാപം ദൈവത്തിൻ്റെ മുമ്പിൽ അറിയിച്ചു. അപ്പോൾ ദൈവം മനസ്സ് മാറ്റി എന്ന് പറയുന്നുണ്ട്. അതായത് ദൈവം മനസ്സ് മാറ്റി എന്ന് പറഞ്ഞാൽ ദൈവം കരുണ കാണിച്ചു. അതായത് അവരുടെ മേൽ അത് പൂർത്തിയാക്കാൻ വെച്ചിരുന്ന ശിക്ഷ മുഴുവനും ഒഴിവാക്കി അവരോട് കരുണ കാണിക്കുന്ന ദൈവം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആ ഒരു വലിയ ദൗത്യത്തോട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു വലിയ ആഗ്രഹത്തോട് നമ്മൾ ചേർന്നിരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിറയുന്നത് ദൈവത്തിൻ്റെ കരുണയാണ്. അതുതന്നെയാണ് നമ്മൾ ഒന്നാമത്തെ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. അബ്രാഹത്തോട് ദൈവം പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റും, ഞാൻ നിന്നെ ഒരു അനുഗ്രഹമായിട്ട് മാറും, നിന്നെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. അപ്രകാരം ഒരു വലിയ വാഗ്ദാനം കൊടുത്ത് ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും ഒക്കെ ചൊരിയുന്നുണ്ടെങ്കിൽ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ കരുണ തന്നെയായ ഈശോയെ നമ്മൾ കാണുക. കർത്താവിൻ്റെ കരുണയാണ് ഈശോ. അതായത് ദൈവ മനുഷ്യവംശത്തോട് കാണിച്ച സ്നേഹത്തിൻ്റെയും കരുണയുടെയും മറ്റൊരു പേരാണ് ഈശോ മിശിഹ. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 34 മുതലുള്ള തിരുവചനങ്ങളിൽ പറയുന്നു, ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. അതായത് ദൈവം എപ്രകാരമാണോ സ്നേഹിച്ചത്, ദൈവം എപ്രകാരമാണോ കരുണ കാണിച്ചത്, അതുപോലെ നിങ്ങളും പെരുമാറുക. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ ദൗത്യം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നൽകിയിരിക്കുകയാണ്. അതൊരു കൽപ്പനയായിട്ട് തന്നിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സംശീകരിക്കേണ്ട നമ്മുടെ ഏറ്റവും വലിയൊരു ഗുണമാണ് നമ്മൾ സ്നേഹിക്കുന്നവരായിട്ട് മാറുക, കരുണ കാണിക്കുന്നവരായിട്ട് മാറുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാരായി നമ്മൾ മാറുന്നത് നമുക്ക് സ്നേഹമുണ്ടാകുമ്പോഴാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും മറ്റ് വരങ്ങളുമൊക്കെ നമുക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉപരി നമ്മുടെ ജീവിതത്തിൽ ശ്രേഷ്ഠമായി നിലനിൽക്കേണ്ട ഒരു ക്വാളിറ്റിയാണ്, സവിശേഷതയാണ് സ്നേഹം. സ്നേഹവും കരുണയും ഒരു വ്യക്തിയുടെ, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ നിറയുമ്പോൾ അവൻ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യനായിട്ട് മാറും. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങൾ കേട്ട വചനത്തിൽ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് നൽകിയ ഏറ്റവും വലിയ ദൗത്യം,
നീ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനും നീ കരുണ കാണിച്ചതുപോലെ കരുണ കാണിക്കാനുമായിട്ടുള്ളൊരു വിളിയാണ്. പൂർണ്ണമായും ഞങ്ങൾ തിരിച്ചറിയും. നമ്മുടെയൊക്കെ ജീവിതങ്ങളെ പരിശോധിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് വീഴ്ചകൾ സംഭവിക്കുന്ന മേഖലയാണ്. കുടുംബജീവിതത്തിൽ പരസ്പരം സ്നേഹിക്കാൻ ഒരു ചെറിയ വാക്ക് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഒന്ന് ചിരിച്ച് കാണിക്കാതിരുന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് അങ്ങോട്ട് നമ്മുടെ ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്ന അവസ്ഥ. ചില പ്രശ്നങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ദൈവത്തോട് നമ്മൾ വാഗ്ദാനം ചെയ്ത ആ സ്നേഹം പോലും നമ്മൾ മറന്നു പോകുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ മനസ്സ് തുറന്ന് നീ സ്നേഹിച്ചതുപോലെ നീ കരുണ കാണിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ പെരുമാറുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ പക്കലേക്ക് കടന്നു വരുന്ന എല്ലാവരുടെയും ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹവും കരുണയും സ്നേഹവും ഒക്കെ കടന്നു വരാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളെയും പ്രത്യേകമായി സമർപ്പിക്കാം. നിരവധി ആളുകൾ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരുണ്ട്. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന നിരവധിയായ മക്കളുണ്ട്. ഈശോയെ, നിൻ്റെ സ്നേഹത്തിലും കരുണയിലും നിൻ്റെ പരിപാലനയിലും ഒന്നും വിശ്വാസമില്ലാതെ നിന്നിൽ നകന്നുപോയ നിരവധിയായ മക്കളുണ്ട്. ഈശോയെ, ഒത്തിരിയേറെ അസ്വസ്ഥതകളിലൂടെ കുടുംബങ്ങളിൽ വസിക്കുന്ന മക്കളുണ്ട്. അവരുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് കർത്താവെ നിൻ്റെ കരുണ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കാം. രോഗികളായിട്ടുള്ളവരുണ്ട്, അതുപോലെ തന്നെ ശാരീരികവും മാനസികമായ ഒത്തിരിയേറെ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, കടബാധ്യതകളിൽ ജീവിക്കുന്നവരുണ്ട്. ഒത്തിരിയേറെ തടസ്സങ്ങളുടെ നടുവിലും ജീവിതത്തെ എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് പോലും അറിയാതെ നിരാശയുടെ പട്ടുകുഴിയിലേക്ക് വീണുപോയ നിരവധിയായ ആളുകളുണ്ട്. എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കർത്താവേ നിൻ്റെ കരുണയാൽ അവരെ നിറയ്ക്കണമേ, ജീവിതത്തെ പ്രത്യാശ നൽകണമേ, പ്രതീക്ഷ നൽകണമേ. നീയാകുന്ന ആ ഒരു വലിയ സമ്പാദ്യം സ്വന്തമാക്കുവാൻ, ആ ഒരു വലിയ നിധി സ്വന്തമാക്കുവാൻ അവരെ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തകനെ പോലെ കർത്താവേ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീയാണ് ഞങ്ങളുടെ ഇടയൻ, ഞങ്ങൾക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുന്ന സമയം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും നമുക്ക് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും നമ്മുടെ നാടിൻ്റെ ആവശ്യങ്ങളും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരെ എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. രോഗികളായിട്ടുള്ളവർ, ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ പ്രാർത്ഥിക്കുവാനായി ഈ ആലയത്തിൽ കടന്നു വന്നിട്ടുള്ളവരും പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിച്ചവരെയും പ്രത്യേകം ഓർക്കാം. നിരവധി ആളുകൾ അവരുടെ നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. ഈശോയെ, നിൻ്റെ കരുണയാൽ അവരുടെ ജീവിതങ്ങളിൽ ഇടപെടണമേ. നിൻ്റെ വലിയ പരിപാലനയുടെ വലിയ കരം അവരുടെ ജീവിതങ്ങളിലേക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ആരാധന 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 യേശുനാഥ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.